ശ്രീലപ്രഭുപാദർ ഒറ്റയ്ക്കുള്ള പോരാട്ടം. ഇപ്പോൾ സ്വാമിജിയെ പുതിയ സ്ഥലത്തേക്ക് താമസത്തിനായി കൊണ്ടുപോകുന്നതിനുള്ള സമയമായി. അപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ഏതാനും സുഹൃത്തുക്കൾ സ്വാമിയോടൊപ്പം ബോവറയിലെ മേലറയിലേക്ക് പോയി. അവർ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കീഴിൽ ശിഷ്യന്മാരായി ആയിരിക്കാൻ അല്ലായിരിക്കാം. എന്നാൽ ആദ്യ മാസത്തെ വാടകയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുകയും അദ്ദേഹത്തിന്റെ വാസസ്ഥലം വൃത്തിയായി ക്രമീകരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ പ്രയത്നിക്കുവാൻ സ്വയം സന്നദ്ധരാവുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തു കൊടുക്കുവാൻ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. അവരെല്ലാവരും ചേർന്ന് ആ മേലറയിൽ നിന്ന് സ്വാമിജിയുടെ സാധനങ്ങൾ കുറേശ്ശെ ശേഖരിക്കുകയും പിന്നീട് ബോവറിയിൽ നിന്ന് കാൽനടയായി യാത്ര ആരംഭിക്കുകയും ചെയ്തു. അതൊരു സഫാരി പോലെയായിരുന്നു. സ്വാമിജിയുടെ വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള 1/2 ഡസനോളം ആളുകളുടെ ഒരു വാഹന സംഘം മൈക്കൽ ഭാരമേറിയ റോബർട്ട് റീൽ ടു റീൽ ടേപ്പ് റെക്കോർഡ് ചുമന്ന് നടക്കുകയായിരുന്നു. സ്വാമിജി പോലും 2 പെട്ടികൾ വഹിച്ചിരുന്നു. ആദ്യമൊക്കെ കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും പിന്നീട് അവർ വളരെ വേഗം നടക്കാൻ തുടങ്ങി. കുറെ ദൂരം നടന്നു കഴിഞ്ഞ ശേഷം മൈക്കിന്റെ കൈ വേദനിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. എന്തുകൊണ്ട് ഒരു കാറിൽ സാധനങ്ങൾ കൊണ്ടുവന്നുകൂടാ? ജൂൺ മാസത്തിന്റെ അവസാന കാലമായിരുന്നു അത്. മങ്ങിയ വേനൽക്കാല സൂര്യൻ ബോവറി എന്ന വനത്തിലേക്ക് അതിന്റെ താപം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നടക്കുകയും നിൽക്കുകയും ചെയ്തുകൊണ്ട് ഒരു ബ്ലോക്കിന്റെ നീളം വരുന്ന ആ വിചിത്രമായ സവാരി സംഘം പതുക്കെ മുന്നോട്ട് ചലിച്ചു. ഗ്രാൻഡ് ബ്ലൂം സ്പ്രിംഗ് തെരുവുകൾക്കിടയിലെ ഇടമറിയാത്ത ലഘുഭക്ഷണ വിതരണ കടകളുടെയും ദീപാലങ്കാരങ്ങളുടെയും നീണ്ടു നിവർന്ന നിരകളുടെ സ്വാമിജി തന്റെ കൈകളിലുള്ള പെട്ടികൾ വളരെ പണിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം അദ്ദേഹം ബോവറിയിൽ നിന്നും വിട്ടുമാറുകയായിരുന്നു. പണ്ടത്തെ 72-ാം നമ്പർ സ്ട്രീറ്റിലെ തന്റെ ഇലക്ട്രീഷ്യൻ സുഹൃത്തിന് ഇത് ഒരാശ്വാസമായിട്ടുണ്ടാകാം. എന്നാൽ തന്റെ പുതിയ 2nd അവന്യൂ മേൽവിലാസത്തെയും അയാൾ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ഒന്നുമില്ലെങ്കിലും തന്റെ സ്ക്രിഡ്രോയിലുള്ള താമസം അവസാനിപ്പിക്കുമല്ലോ. സാൽവേഷൻ ആർമി മന്ദിരത്തിന് പുറത്തുള്ള ഭവനരഹിതരായവരെയും വാതിൽ തുറന്നു വെച്ച മദ്യശാലകളെയും അവസാന കാലം മങ്ങിയ വേനൽക്കാല സൂര്യൻ ബോവറി എന്ന വനത്തിലേക്ക് അതിന്റെ താപം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നടക്കുകയും നിൽക്കുകയും ചെയ്തുകൊണ്ട് ഒരു ബ്ലോക്കിന്റെ നീളം വരുന്ന ആ വിചിത്രമായ സഫാരി സംഘം പതുക്കെ മുന്നോട്ട് ചലിച്ചു. ഗ്രാൻഡ് ബ്രൂം സ്പ്രിംഗ് തെരുവുകൾക്കിടയിലെ ഇടമുറിയാത്ത ലഘുഭക്ഷണ വിതരണ കടകളുടെയും ദീപാലങ്കാര കടകളുടെയും നീണ്ടു നിവർന്ന നിരകളുടെയും സ്വാമിജി തന്റെ കൈകളിലുള്ള പെട്ടികൾ വളരെ പണിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം അദ്ദേഹം ബോവറിയിൽ നിന്നും വിട്ടുമാറുകയായിരുന്നു. പണ്ടത്തെ 72-ാം നമ്പർ സ്ട്രീറ്റിലെ തന്റെ ഇലക്ട്രീഷ്യൻ സുഹൃത്തിന് ഇത് ഒരാശ്വാസമായിട്ടുണ്ടാവാം. എന്നാൽ തന്റെ പുതിയ 2nd അവന്യൂ മേൽവിലാസത്തെയും അയാൾ അംഗീകരിക്കാൻ സന്നദ്ധത കുറവാണ്. ഒന്നുമില്ലെങ്കിലും തന്റെ സ്കിഡറിലുള്ള താമസം അവസാനിച്ചുവല്ലോ. സാൽവേഷൻ ആർമി മന്ദിരത്തിനു പുറത്തുള്ള ഭവനരഹിതരായവരെയും വാതിൽ തുറന്നു വെച്ച മദ്യശാലകളെയും പിന്നിട്ട് തെരുവ് വിളക്കുകൾക്കടുത്ത് തെല്ലുനിന്നു. തികച്ചും അപരിചിതമായിട്ടുള്ളവർക്കിടയിൽ കൂടി തന്റെ പിന്നിൽ പണിപ്പെട്ട് മുന്നേറിക്കൊണ്ടിരുന്ന സുഹൃത്തുക്കളുടെ ഘോഷയാത്രയിലേക്ക് ഇടയ്ക്കിടെ കണ്ണോടിച്ചും സ്വാമി തന്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നടത്തം തുടർന്നു. ബോവറിയിലെ കലാകാരന്മാരും ഗായകരും അദ്ദേഹത്തെ അത്യന്തം പരിണിത പ്രജ്ഞനായിട്ടാണ് കണ്ടിരുന്നത്. ആത്മാവാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നതെന്ന് അവർക്ക് തോന്നി. അദ്ദേഹത്തിന് തന്റെ വിലപ്പെട്ട ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അവ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും കഴിയത്തക്ക വിധത്തിൽ സ്വന്തമായ ഒരു വാസസ്ഥലം ഒരുക്കി കൊടുക്കുന്നതിൽ അവർക്ക് അത്യന്തം താല്പര്യമുണ്ടായിരുന്നു.
സഹായത്തിനായി അവരെ ആശ്രയിക്കുകയാണെങ്കിലും അവരെക്കാൾ ഉയർന്ന ഒരു തലത്തിലായിട്ടാണ് അദ്ദേഹമെന്ന് അവർക്ക് അറിവുള്ളതായിരുന്നു. അദ്ദേഹം തന്റെ സംരക്ഷകനായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഭഗവാൻ അദ്ദേഹത്തെ സംരക്ഷിച്ചു പോരുകയായിരുന്നു. സ്വാമിജിയും അദ്ദേഹത്തിന്റെ യുവ സുഹൃത്തുക്കളും ബോവറിയുടെയും ഹ്യൂസ്റ്റണിന്റെയും അതിർത്തിയിലെത്തി വലത്തോട്ട് തിരിഞ്ഞ് കിഴക്ക് നോക്കി യാത്ര തുടർന്നു. മുന്നോട്ട് നടക്കവേ അദ്ദേഹം ഒരു ബ്ലോക്ക് അവലെ 2 അവന്യൂവിന്റെ തെക്കേ അറ്റം കണ്ടു. രണ്ടാം അവന്യൂവിൽ ഇടത്തോട്ട് തിരിഞ്ഞ് 1-ാം തെരുവിന് കുറുകെ ഒരു ബ്ലോക്ക് ദൂരം നടന്നാൽ സ്വാമിജിയുടെ പുതിയ വീടായി. അങ്ങനെ അദ്ദേഹം IND ഭൂഗർഭപാതയുടെ പ്രവേശന ദ്വാരം മറികടന്നതും ഒരു കടമുറി ദൃഷ്ടിയിൽപ്പെട്ടു. അദ്ദേഹം സൂട്ട്കേസുകൾ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. 2nd അവന്യൂവിലും ഹൂസ്റ്റണിലും അദ്ദേഹം ദ്രുതഗതിയിലുള്ള വാഹന പ്രവാഹത്തിലെ ഒരു താൽക്കാലിക വിരാമത്തിലൂടെ തിരക്കിട്ട് അപ്പുറം കടന്ന് അങ്കണമതിലിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന പച്ച പിടിച്ച മരങ്ങൾ തന്റെ പുതിയ മേൽവിലാസത്തിന് മുമ്പിലും പിന്നിലുമുള്ള കെട്ടിടങ്ങൾക്കിടയിൽ വളർന്ന് പന്തലിച്ച പാഴ്ചെടികളെ പോലെ കാണപ്പെട്ടു. തെരുവിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സമ്മേളന ഹാൾ. താമസത്തിനും ഭാഗവത പരിഭാഷയ്ക്കുമെല്ലാം അതിന്റെ പിന്നിലുള്ള അപ്പാർട്ട്മെന്റ്. ആ കടമുറി കെട്ടിടത്തിന് തൊട്ടടുത്ത് വടക്കുവശത്തായി 9 നിലകളുള്ള ഒരു പടുകൂറ്റൻ സംഭരണശാലയായിരുന്നു. കടമുറി ഉൾപ്പെട്ട ആ 6 നില കെട്ടിടം ഇപ്പറഞ്ഞ വലിയ കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ അതിന്റെ ചെറിയ ശിശുവിനെ പോലെ തോന്നിപ്പോകും. ഭക്തി വേദാന്ത സ്വാമിയുടെ പുതിയ ക്ഷേത്രം അതിന്റെ തെക്കുവശത്തായി വെറും സിമന്റ് കൊണ്ടുള്ള പ്രതലം ദൃശ്യമാക്കുമായിരുന്നു. കാരണം അതിന് തൊട്ടടുത്തായി തെക്ക് വശത്ത് കെട്ടിടമൊന്നുമില്ലായിരുന്നു. അവിടെ 1-ാം സ്ട്രീറ്റിന്റെ ഓരം ചേർന്ന് തിരക്ക് പിടിച്ച വാഹന ഇന്ധന വിപണന കേന്ദ്രത്തിന്റെ വിശാലമായ തുറന്ന സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്തി വേദാന്ത സ്വാമി ആ കടമുറിയോടടുത്തപ്പോൾ അതിന്റെ ഇടുങ്ങിയ പ്രവേശന ദ്വാരത്തെ അലങ്കരിക്കുന്ന 2 വിളക്കുകൾ അദ്ദേഹത്തിന് കാണാനായി. ഇവിടെ തന്നെ കാത്തിരുന്ന ഭാവി സംഭവങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഈ അമേരിക്കയിൽ യുവജനങ്ങൾ ചിലപ്പോൾ ഭ്രാന്തന്മാരാകുമെങ്കിലും അവർക്ക് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതിന് ശരിവയ്ക്കുന്ന തരത്തിലുള്ള മംഗളകരമായ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ ഈ പുതിയ സ്ഥലമാകും അദ്ദേഹത്തിന് അന്താരാഷ്ട്ര കൃഷ്ണാപബോധ സമിതി എന്ന തന്റെ പ്രസ്ഥാനത്തിന് ഉറച്ച അടിത്തറ നൽകുവാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. പ്രഭു 2-ാമത്തെ അധ്യായം ഇനി തുടങ്ങുകയാണ്. ഓക്കെ, മതി മാതാജി. താങ്ക് യു. ഹരേ ഗുരുരമ, കൃഷ്ണ. താങ്ക് യു. പ്രഭുപാദർ കി ജയ. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദർ. विष्णु बद्राय कृष्ण पृष्ठाय भूतले श्रीमदे भक्ति वेदांत स्वामी नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे
Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Hare. Jaya Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram. Jaya Gauranitai, Jaya Gauranitai, Gauranitai, Jaya Gauranitai, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Hare Om Tatsat. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മറ്റൊരു ഭക്തി ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം. അതില് ശ്ലോകം 9, 15 9. ഹരേ കൃഷ്ണ. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ്. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈകൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യും. ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവസത്ത തന്റെ ബോധത്തിൽ പൂച്ചയ്ക്കോ നായയ്ക്കോ അനുയോജ്യമായ സ്വഭാവ വിശേഷങ്ങളെ കൂട്ടിക്കലർത്തുന്നുവെങ്കിൽ വരുന്ന ജന്മത്തിൽ പൂച്ചയുടെയോ നായയുടെയോ ശരീരമായിരിക്കും കിട്ടുന്നത്. അതിനെ ആസ്വദിക്കുകയും ചെയ്യും. അവബോധം സ്വതേ വെള്ളം പോലെ വിശുദ്ധമാണ്. എന്നാൽ ഏതെങ്കിലും നിറം ചേർത്താൽ വെള്ളം പോലെ ആ നിറത്തിലാകും. അങ്ങനെ തന്നെ ജീവാത്മാവ് വിശുദ്ധമാകിയാൽ അവബോധവും വിശുദ്ധമായി തീരും. ഭൗതിക ഗുണങ്ങളുടെ സമ്പർക്കത്താലാണ് അവബോധത്തിന് മാറ്റം വരുന്നത്. യഥാർത്ഥ ബോധം കൃഷ്ണാബോധമാണ്. കൃഷ്ണാബോധസ്ഥനായ ഭക്തന്റെ ജീവിതം വിശുദ്ധമാണ്. ഏതെങ്കിലും ഭൗതിക ചിന്തകൾ കൊണ്ട് അവബോധം കലുഷിതമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിനനുസൃതമായ ശരീരമാണ് കിട്ടുക. മനുഷ്യ ശരീരം തന്നെ ആകണമെന്നില്ല. പൂച്ചയോ നായയോ പന്നിയോ ദേവതയോ അല്ലെങ്കിൽ 84 ലക്ഷം വിധത്തിലുള്ള ജീവികളിൽ ഏതെങ്കിലും ഒന്നോ ആയി പിറന്നേക്കും. ഹരേ കൃഷ്ണ.
ഓം അച്ഛനത്തിമരന്തശേജനാചനാശലകയാ ചക്ഷുരുന്മേലസ്മൈ ശ്രീ ഗുരുവേനും നമ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നിത്യനാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താരിണെ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശിവാസാരി ഗൗരി ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. ശ്രോതം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനുഷ്ഠായം വിഷയാനുപരസേം. അപ്പോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ അംശങ്ങളായതിൽ നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ചില ക്വാളിറ്റീസിന്റെ ഒരു ചെറിയ ഭാഗം നമുക്കും ഉള്ളതിനാലും അല്ലെ. അപ്പൊ ഭഗവാന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ അതില് എല്ലാ ക്വാളിറ്റീസ് കുറച്ചൊക്കെ നമുക്കുണ്ടാവും. അതില് കുറച്ചായിരിക്കും നമുക്കുണ്ടാവും അല്ലെ. അളവിൽ വളരെ കുറവായിരിക്കും, വളരെ തുച്ഛമായിരിക്കും. അപ്പോ അതുകൊണ്ട് നമുക്കും ഭഗവാനെ നിയന്ത്രിക്കുന്ന സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് നമുക്കും നിയന്ത്രിക്കുന്ന സ്വഭാവം ഉണ്ടാവും അല്ലെ. നമുക്കും എല്ലാവരും നിയന്ത്രിച്ചാൽ കൊള്ളുന്നുണ്ട്. ഈ കാണുന്നവരൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ തോന്നും അല്ലെ. നമ്മൾ വിചാരിക്കും എന്താണ് മാനേജർ അല്ലെങ്കിൽ മാനേജർ സൂപ്പർവൈസറെ നിയന്ത്രിക്കും, സൂപ്പർവൈസർ ബാക്കിയുള്ള ആൾക്കാരെ നിയന്ത്രിക്കും അല്ലെ. ഭർത്താവ് ഭാര്യയെ നിയന്ത്രിക്കും, ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കും. ഇപ്പൊ എല്ലാം നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഏറ്റവും താഴെയുള്ള ഇപ്പൊ എല്ലാവരും ചീത്ത പറയുന്നത് തുടച്ചോണ്ട് അല്ലെങ്കിൽ എന്താണ് ഏറ്റവും താഴെയുള്ള പ്യൂണിനായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ നമ്മള് പ്യൂൺ അവിടെയുള്ള തുടയ്ക്കാൻ വരുന്ന സ്ത്രീയെ വെറുക്കുക അല്ലെ. ഭയങ്കര ഉച്ചത്തിൽ വെറുക്കുവാണ്. കാരണം ഈ പ്യൂണ് കിട്ടുന്നതെല്ലാം ആർക്ക് കൊടുക്കും? അവിടെ തുടയ്ക്കാൻ വരുന്ന കോൺട്രാക്ട് പണിക്കാർക്ക് കൊടുക്കും അല്ലെ. അപ്പൊ എല്ലാ പേർക്കും എന്താണ് ആ നിയന്ത്രിക്കാനുള്ള സ്വഭാവം. എല്ലാം എന്റെ നിയന്ത്രണത്തിൽ വരണമെന്നുള്ളൊരു താല്പര്യം എല്ലാവർക്കും അല്ലെ. ഒരു ചെറിയ അളവിലുള്ള ആ നിയന്ത്രണ സ്വഭാവം ഉപയോഗിച്ച് അടുത്ത ജന്മം എന്ത് വേണമെന്ന്, ഏത് ശരീരം വേണമെന്നും നാം നിയന്ത്രിക്കും. അപ്പൊ ഭഗവാൻ അതിനുള്ള സ്വാതന്ത്ര്യം, ഒരു ലേശം സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ജന്മത്തിലേക്ക് ഏത് ശരീരമാണോ നമുക്ക് കിട്ടേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കും. അപ്പൊ നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്കിനി അടുത്ത ജന്മത്തിൽ ഏത് ജന്മമാണ് കിട്ടുക അല്ലെ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, വേറെ ആരും അല്ലെ. നമ്മളെ ചിന്താഗതി, നമ്മുടെ അവബോധമാണ് അടുത്ത ചിലപ്പോൾ അതിന് 2 കാലുണ്ടോ, 4 കാലുണ്ടോ, 8 കാലുണ്ടോ, 12 കാലുണ്ടോ നമുക്കറിയാൻ പറ്റും അല്ലേ. എത്ര കാല് വേണമെങ്കിലും ആവാം. അത് നമ്മുടെ അവബോധമാണ്, നമ്മുടെ താല്പര്യങ്ങളാണ് അല്ലേ. മരിക്കുന്ന സമയത്തും പല ആൾക്കാർക്കും പല താല്പര്യങ്ങളും കാണും അല്ലേ. അവർക്ക് എന്താണ് സാധിക്കാത്ത കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല, അവരുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ, സ്വപ്നം കണ്ടിരുന്നത്, അവർ ചിന്തിച്ചിരുന്നത്, ആ അവബോധത്തിലുള്ളതെല്ലാം അവർ കൂടെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ജന്മം നമുക്ക് ഇനി അടുത്തത് കിട്ടുക അല്ലെ. ഏത് ശരീരം വേണമെന്ന് നാം നിയന്ത്രിക്കണം. പക്ഷേ നാം ചിന്തിച്ചുകൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ അത് സാധ്യമല്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. മരണസമയത്തുള്ള അവബോധം അല്ലെ അനുസരിച്ച് നമുക്ക് മറ്റൊരു ശരീരം ലഭിക്കുന്നു. അന്തകാലേച്ചു മാമേകം ശരൺ മുക്ത കളയപ്പൻ അല്ലെ. ആ ശ്ലോകം അനുസരിച്ച് ഭഗവാൻ പറഞ്ഞതനുസരിച്ചിട്ട് അല്ലെ നമുക്കിപ്പോ ഭഗവാന്റെ നാമം പോവുകയോ 8 കാലിയാവുകയോ 4 കാലിയാവുകയോ നമുക്ക് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യണം? വേറെ ഒരിടത്തേക്കും പോകണ്ട, ഭഗവത് ധാമത്തിലേക്ക് പോയാൽ മതി നമ്മൾ വിചാരിക്കണം. അതിനുള്ള പ്രവർത്തികളും ചിന്തകളും ആയിരിക്കണം നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഇപ്പൊ ഇരിക്കുമ്പോൾ അല്ലെ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ശില പ്രഭുപാദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാല് നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും അല്ലെ. അതല്ല, മനസ്സിൽ മറ്റുള്ള താല്പര്യങ്ങളാണ് ഇട്ടിങ്ങനെ അല്ലെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു ഇതായിരിക്കും കിട്ടുക. ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറങ്ങാനാണ് ഇഷ്ടം അല്ലേ. ഇപ്പൊ തന്നെ നമ്മളെ പലരുടെ വീട്ടിലും
അമ്മമാരും ഇതാണ് പോയി വിളിച്ചിട്ട് മോനെ എണീക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? കുറച്ചുകൂടെ കിടക്കട്ടെന്ന് പറഞ്ഞ ഒരു പുറച്ചു മൂടി കിടക്കുന്നുണ്ടാവും അല്ലേ? പലർക്കും അനുഭവമുണ്ട്. ചില ആൾക്കാർക്ക് എത്ര ഉറങ്ങിയാലും തീരത്തില്ല. ഒരു ഞായറാഴ്ചയൊക്കെ കിട്ടിയാൽ രാത്രി ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ എണീക്കുക അവര് അല്ലേ? എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ബ്രഞ്ചും എല്ലാം കൂടി ചേർത്തിട്ടാണ് ബ്രഞ്ചായിട്ട് കഴിക്കുക. കാര്യം എന്താണ്? അവർക്ക് ഉറങ്ങണം, വേറെ ഒന്നും വേണ്ട, ഉറങ്ങിയാൽ മതി. അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഉറങ്ങാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അല്ലേ, അവര് ഇനി ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ മറ്റേ പോളാർ ബിയർ കേട്ടിട്ടുണ്ട്. അത് 6 മാസം ഉറങ്ങും, 6 മാസം സുഖം ഉറക്കമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എണീച്ചു വരുന്നത് അല്ലെ? അപ്പൊ അതുപോലെ അല്ലെ, സുഖമായിട്ട് ഉറങ്ങും, ആരും ശല്യപ്പെടുത്തില്ല അല്ലെ? ആ മഞ്ഞ മുടി കിടക്കത്തൊക്കെ ആരും പോകാനായിട്ട് ആരും പോകില്ല. അതുകൊണ്ട് അവർക്കൊക്കെ സുഖമായിട്ട് എടുക്കും. അങ്ങനെ അപ്പൊ ആ അവബോധം അനുസരിച്ചാണ് നമുക്ക് അടുത്ത ശരീരം കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ചിന്തിക്കാം 2 കാല് വേണോ 4 കാല് വേണോ അല്ലെ? അപ്പോ നമ്മുടെ മരണസമയത്തുള്ള അവബോധം അനുസരിച്ച് നമുക്ക് മറ്റൊരു ശരീരം ലഭിക്കുന്നു. നാം വൈദിക സ്വഭാവമുള്ളവരാണെങ്കിൽ നമുക്ക് സ്വർഗീയ ലോകങ്ങൾ പ്രാപ്തമാകും അല്ലെ? നമ്മൾ ഈശ്വരൻ ദേവന്മാരെ പോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, ദേവന്മാരുടെ സ്വഭാവമാണ് നമുക്കെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്വർഗീയ ലോകങ്ങള് പ്രാപ്തമാകും. അതല്ല നാം പൂച്ചയെയും നായ്ക്കളെയും പോലെ അല്ലെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജന്തുക്കളായോ താഴ്ന്ന ലോകങ്ങളിലെ ജന്തുക്കളായിട്ടോ അല്ലെങ്കിൽ ജീവരാശിയായിട്ടോ ജനിക്കാൻ സാധിക്കും അല്ലെ? അതല്ല നാം ഭഗവാൻ കൃഷ്ണന്റെ അവബോധത്തിൽ ആണ് ജീവിക്കുന്നതെങ്കിൽ ഭഗവാന്റെ ഭക്തിയോട് ചെയ്യുകയും അല്ലെ ചെയ്താല് നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവയിലേക്ക് നമുക്ക് ഏർപ്പെടുക അല്ലെ? വളരെ സന്തോഷമായിട്ട് വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുക. തിരിച്ചു പോകാനുള്ള മാർഗം താനേ തെളിഞ്ഞു വരും അല്ലെ? നമുക്ക് ജഡഭരതന്റെ ഉദാഹരണം അറിയാം അല്ലെ? എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം. ഭരത മഹാരാജാവ് അല്ലെ? അദ്ദേഹത്തിന്റെ ആദ്യ ജന്മത്തില് ഭരത മഹാരാജാവ് അല്ലെ? നമ്മുടെ ഈ ഭാരത ഭൂമി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് വഴിയാണ് കിട്ടുന്നത്. അതിനു മുമ്പേ അദ്ദേഹം ഈ ഭരത മഹാരാജാവ് ഭരിക്കുന്നതിന് മുമ്പേ ഈ പ്രദേശം മുഴുവൻ ഇളവര ദേശം എന്നാണ് അറിയപ്പെട്ടത്. ഇളവര ദേശം, അതായത് ഈ ഭൂലോകം മുഴുവൻ ഇളവര ദേശമായിരുന്നു അല്ലേ? അന്ന് ഈ അമേരിക്ക ഓസ്ട്രേലിയ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നീട് പൊട്ടി വന്നതാ. ഇളവര ദേശം എന്നായിരുന്നു അല്ലെ നമ്മള് ഭാരതം അറിയപ്പെട്ടത്. അപ്പൊ ഭരത് മഹാരാജാവിന് ശേഷമാണ്, അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷമാണ് വളരെ നല്ല സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഈ ഇളവര ദേശം അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതം. അദ്ദേഹം ഈ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവര് രാജർഷികളും കൂടെയാണ്. അതായത് ഋഷികൾക്ക് തുല്യരാണ്. അവര് ഒരവസരം കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് വയസ്സായെന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവര് മക്കളെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അവരുടെ ഈ കോടാനുകോടി സ്വത്തുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെ അവർക്ക് ഒരു താല്പര്യവും ഇല്ലാതെ അവർ നേരെ കാട്ടിപ്പോയി ഭഗവാനെ തപസ്സിരിക്കും അല്ലെ? ഭഗവാനെ തപസ്സിരുന്ന് ഭഗവാനെ പ്രീതിപ്പെടുത്തി വരം നേടി തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകും. അതാണ് അവരുടെ താല്പര്യം അല്ലെ? അവരെപ്പോഴും ചെയ്യുന്നത് അതാണ്. അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ ഭരതനും അതുപോലെ തന്നെയായിരുന്നു. സ്വന്തം മകനെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം കാട്ടിലേക്ക് പോയി ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, തപസ് ചെയ്യുന്നു അല്ലെ? ഒരു ദിവസം ഇങ്ങനെ നദിയിൽ ഇങ്ങനെ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു മാൻ, പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻ തൊട്ടടുത്ത് വന്നിട്ട് വെള്ളം കുടിക്കാൻ വന്നതാണ്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു സിംഹത്തിന്റെ അലർച്ച കേൾക്കുകയും ഈ മാൻ പേടിക്കുകയും പ്രസവിക്കുകയും മരിച്ചു വീഴുകയും ചെയ്തു അല്ലെ? ഇതെല്ലാം ഒരുമിച്ച് നടന്നവിടെ. അല്ലെ? അപ്പോ അല്ലെ, ഇത് ഈ മാൻകുട്ടി ഒഴുകി ഈ ഭരതന്റെ കയ്യിലോട്ടാണ് വന്നത്. ഭരത മഹാരാജാവിന്റെ കയ്യിലോട്ടാണ് വന്നത് അല്ലെ? എന്താ ചെയ്യാൻ? ഈ ഋഷിമാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈഷ്ണവര്, ഭഗവാന്റെ ഭക്തന്മാര് എല്ലാവരും ഭയങ്കര കരുണയുള്ളവർ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മാൻ അങ്ങ് മരിക്കുകയും ചെയ്തല്ലോ, അതിന്റെ അമ്മ മരിച്ചുപോയില്ല, ഇതിനെ ആരും നോക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ തൂക്കിയെടുത്ത് ആശ്രമത്തിൽ കൊണ്ടുപോയി അതിനെ വളർത്താൻ തുടങ്ങി അല്ലെ? അങ്ങനെ വളർത്തി
അപ്പൊ പ്രഭു അദ്ദേഹത്തിന്റെ ഭരത മഹാരാജാവിന് സംഭവിച്ചെന്താണ്? 24 മണിക്കൂറും സദാഹരിയായിട്ടിരുന്ന അദ്ദേഹം ഇപ്പൊ അത് 12 മണിക്കൂറാക്കി ചുരുക്കി. കാര്യം എന്താണ്? 12 മണിക്കൂർ ഈ മാനിനെ ശുശ്രൂഷിക്കുകയും അതിന് ആഹാരം കൊടുക്കുകയും അതിനെ വളർത്തുകയും അതിനെ കുളിപ്പിക്കുകയും അല്ലെ, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിന് ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് ആക്രമിക്കും എന്നുള്ള ഭയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഒരു കണ്ണ് ഈ മാനിലാണ് വെച്ചിരുന്നത് അല്ലെ. അങ്ങനെ നോക്കി 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 അദ്ദേഹത്തിന് വയസ്സായി. അദ്ദേഹം മരിക്കാറായപ്പോ അദ്ദേഹത്തിന് മരിക്കുന്ന സമയം എത്തിയപ്പോഴും അദ്ദേഹത്തിന് ആരെക്കുറിച്ചുള്ള ചിന്ത വന്നു? ഈ മാനിനെ കുറിച്ച്. അയ്യോ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ആരുണ്ട് അതിനെ രക്ഷിക്കാനായിട്ട്? അയ്യോ, അതിനെ ആരെങ്കിലും പിടിച്ച് തിന്നത്തില്ലേ എന്നുള്ള ഒരു താല്പര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹം മരിച്ചത് ഒന്നിച്ചു അല്ലേ. അദ്ദേഹം അന്ധകാലിച്ച മാമേക ശരൺ മുസ്സ ഏത് 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 ഭാവത്തിലാണ് ഇരുന്നത്? ആ മാനിന്റെ അബോധമാണ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായത് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി അടുത്ത ജന്മത്തിൽ അദ്ദേഹം എന്തായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം മാനായിട്ട് ജനിച്ചു. പക്ഷേ ഭഗവാൻ ഒരു വരം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കരുണ കൊടുത്തു. എന്താണ്? കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഓർത്തിരിക്കാനുള്ള ഒരു വരം അദ്ദേഹത്തിന് കൊടുത്തു അല്ലെ. നമുക്കത് ഓർത്തിരിക്കാൻ പറ്റില്ല. നമുക്ക് കോടാനുകോടി നമ്മൾ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ജന്മം ഓർമ്മയുണ്ട്? ഇല്ല, അത് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ ജഡഭരതന് അല്ലെങ്കിൽ ഭരത മഹാരാജാവിന് അത് കൊടുത്തു അല്ലെ. അങ്ങനെ അപ്പോ ഭരത മഹാരാജൻ അല്ലെ മാനായിട്ട് ജനിക്കുമ്പോൾ ഇത് വളരെ സാത്വികമായിട്ടുള്ള മൃഗമാണ് അല്ലെങ്കിൽ തന്നെ അല്ലെ. എന്നാൽ പോലും വളരെ ഒതുങ്ങി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഒരു കാര്യം പോലും ചെയ്യില്ല അല്ലെ. ആ ഒരു കർമ്മം ഇനി വലിച്ചു വയ്ക്കാത്ത ആ രീതിയിൽ അദ്ദേഹം ജീവിച്ച് ആ ശരീരം വെടിഞ്ഞു. അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് അല്ലെ വേറൊരു മനുഷ്യ ശരീരമാണ് കിട്ടുക. അടുത്ത ജന്മത്തിൽ ഒരു മനുഷ്യ ശരീരം കിട്ടും. ഒരു മനുഷ്യ ശരീരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ അടുത്ത ജന്മം നമുക്ക് മനുഷ്യ ശരീരം കിട്ടണമെന്നില്ല അല്ലെ. കോടാനുകോടി വീണ്ടും പല ജന്മങ്ങള് സ്പീഷീസിലൂടെ കടന്നു വന്നതിന് ശേഷം കഴിയും പിന്നെ നമുക്ക് എന്താണ് ഒരു മനുഷ്യ ജന്മം കിട്ടുക. ഇതിൽ പറയുന്നുണ്ടല്ലോ 84 ലക്ഷം അല്ലെ സ്പീഷീസ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക്. അപ്പൊ 84 ലക്ഷം ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. അത് ഭഗവാനെ ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ 84 ലക്ഷം സ്പീഷീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെ. എന്റെ കുഞ്ഞിന് എന്താവാനാണ് താല്പര്യം എന്ന് അറിയത്തില്ലല്ലോ. ഇനി പാറയ്ക്കകത്ത് കയറിയിരുന്ന് ഇങ്ങനെ കൊച്ചു ഇങ്ങനെ എന്താണ് ജീവികളായിട്ട് ഇരിക്കാനാണോ താല്പര്യം? ഓക്കെ, അതും ഒരു സ്പീഷീസ് ആണ് അല്ലെ. കാരണം എന്റെ കുഞ്ഞ് ഒരിക്കലും എന്താണ് അലഞ്ഞു തിരിയാൻ പാടില്ല. അവനിങ്ങനെ അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവരുത്. അതുകൊണ്ട് ഭഗവാൻ 84 ലക്ഷം സ്പീഷീസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അല്ലെ. പല തരത്തില്, ഒരു കാലുള്ളത്, രണ്ട് കാലുള്ളത്, കാലില്ലാത്തത്, ഇഴയുന്നത് അല്ലെ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ അല്ലെ. നമ്മളെ അഭിരുചിക്ക് അനുസരിച്ച് ഏത് ശരീരം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസരം ഭഗവാൻ തന്നിച്ചു അല്ലെ. ആ ഒരു കാര്യത്തിന് പോലും നമ്മൾ വിഷമിക്കരുതെന്നാണ് കരുണാമയനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചാരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഈ മാൻ ഭരത മഹാരാജാവ് ഈ മാനായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് മാനിന്റെ കാലാവധി കഴിഞ്ഞപ്പോ അദ്ദേഹം എന്തായിട്ട് ജനിച്ചു? വീണ്ടും ഒരു മനുഷ്യനായിട്ടാണ് ജനിച്ചത്. അത് വലിയൊരു ധനിക കുടുംബത്തില് എന്താണ് ഒരു അമ്മയുടെ വയറ്റിലാണ് ജനിച്ചത്. ആ അമ്മ രണ്ടാമത് വേറൊരാള് കല്യാണം കഴിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ വേറെ കല്യാണം കഴിച്ചപ്പോ ഈ കുഞ്ഞിനെ എന്താണ് നോക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ ആരും ഉണ്ടായില്ല. അവർക്ക് ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കുഞ്ഞിനെ എന്ത് ചെയ്തു? അവർ ഈ നെൽപ്പാടത്തിലെ കാവൽക്കാരനാക്കി അവിടെ ഇരുത്തിയിരിക്കുന്നു. കാരണം ഇങ്ങനെ ഏക്കർ കണക്കിന് നെൽപ്പാടം കിടക്കും. അവിടെ ഈ മൃഗങ്ങളൊക്കെ വന്ന് ആക്രമിക്കാതിരിക്കാനും അല്ലെങ്കിൽ തിന്നുകൊണ്ട് പോകാതിരിക്കാനും നെൽപ്പാടത്തിൽ രാത്രി ഇതിനെ കാവലിരുത്തുകയാണ് ചെയ്തു. ആര്? ഈ ഭരതൻ മഹാരാജാവ് ഉണ്ടാവും ജനിച്ചത് അല്ലെ. പക്ഷേ അപ്പോഴും എന്താണ് ഭരത മഹാരാജാവിന് കഴിഞ്ഞ ജന്മങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു. ഈ ജന്മത്തിലെങ്കിലും എനിക്ക് അബദ്ധം പറ്റരുത് എന്നുള്ള ഒരു ശുഷ്കാന്തി എപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അല്ലെ. ഒരു കർമ്മം പോലും അദ്ദേഹമായിട്ട് ചെയ്യും അല്ലെ. ആരെങ്കിലും എന്തെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാലും ഇങ്ങനെയിരിക്കും, ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് ജഡഭരതൻ, ജഡം പോലെ ഇരിക്കുന്ന ഭരതൻ. അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ പേരും ഭരതൻ. അപ്പൊ ജഡഭരതൻ എന്ന പേര് വന്ന കാര്യം എന്താണ്? എന്താണ് കൂസലുമില്ല, അല്ലെങ്കിൽ എന്താണ് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ, ഒന്നിനും വഴിപെട്ട് കൊടുക്കാതെ അല്ലെ, എന്തും ഏതൊഴിയോ പൊക്കോട്ടെ, കുഴപ്പമില്ല, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള നിലയില് ഒരു കർമ്മം പോലും, കാരണം കർമ്മം എന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും, ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം ജീവിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം കുറെ ഈ കാളി ഭക്തന്മാര് അദ്ദേഹത്തിന് ഒരു കാളിക്ക് ബലി കൊടുക്കാനായിട്ട് ഒരു ആരോഗ്യമുള്ള ഒരു പുരുഷനെ നോക്കി നടക്കുകയായി. അങ്ങനെ നോക്കുമ്പോ കാണാൻ ഒരു കല്ലില്
ഒരാളിങ്ങനെ ഇരിക്കുന്ന നല്ല ആരോഗ്യ ദൃഢകാത്തൻ നല്ല സുന്ദരനായിട്ടുള്ള ഒരു പുരുഷനിരിക്കും. ഇവർ ഇദ്ദേഹത്തിനെ വിളിച്ചോണ്ട് പോയി അല്ലെ, വിളിച്ചോണ്ട് പോയി കുളിപ്പിച്ച് റെഡിയാക്കപ്പെടുന്നു. ഒരു മഞ്ഞയൊക്കെ മുക്കി മഞ്ഞ കുളിപ്പിച്ച് അല്ലെ, ഒരു പ്രതിഷേധവും ഇല്ലാതെ അവർ എന്ത് ചെയ്യുന്നു എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഐ ഡോണ്ട് കെയർ എന്നുള്ള നിലയിൽ അല്ലെ. അവസാനം അവര് ഈ കാളിയുടെ ബലി കൊടുക്കുന്ന ആ പീഠത്തിൽ കൊണ്ടു നിർത്തി വാളെടുത്ത് ഇങ്ങനെ വെട്ടാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്തു? കാളിക്ക് സഹിച്ചില്ല അല്ലെ. കാളി ആ രൂപത്തിൽ നിന്ന് വെളിയിലോട്ട് ചാടി അവരുടെ കയ്യിൽ നിന്ന് വാളുകൊണ്ട് ഈ കാളി ഭക്തന്മാരെ എല്ലാത്തിനെയും വെട്ടിക്കൊന്നു അല്ലെ. എന്നിട്ട് ഇപ്പൊ ജഡഭരത് നോക്കുമ്പോ വെട്ടിയില്ല, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു. ശരി, കഴിച്ചങ്ങ് ദാ പോണെന്ന് പറ്റും. കാളിക്ക് താങ്ക്സ് പോലും പറഞ്ഞില്ല അല്ലേ. വളരെ നന്ദി ഉണ്ടെന്ന് പോലും, കാരണം ആ നന്ദിയിൽ ഇനി പറയുമ്പോ ഇനി അതിൽ ഇനി എന്തെങ്കിലും കർമ്മം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നോ താങ്ക്സ് അതുപോലും പറയാതെ തിരിച്ചു മടങ്ങി അത് ആ വയലിന്റെ അടുത്ത് പോയി അല്ലെ. വയലിൽ കാവൽക്കാരനല്ലേ ഇനിയിപ്പോ, അല്ലെങ്കിൽ രാവിലെ എല്ലാവരും വന്ന് നോക്കുമ്പോ തന്നെ കണ്ടില്ലെങ്കിൽ ഇനി ചീത്ത പറയത്തില്ലേ. അതുകൊണ്ട് നേരെ പോയ ആ വയലില് എവിടുന്നാണ് പിടിച്ചോണ്ടിരുന്നത് അവിടെ പോയി. അതാണ് ജഡഭരത് അല്ലെ. ഒരവസരത്തില് രഘുഗുണ എന്നുള്ള ഒരു രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹം പല്ലക്കിൽ ഇങ്ങനെ വരുമ്പോ എന്താണ് ഒരു സേവകൻ, 4 സേവകന്മാരാണ് പിടിച്ചിരിക്കുന്ന പല്ലക്ക് അല്ലെ. അതിൽ ഒരു സേവകൻ എന്തോ സുഖമില്ലാതായി. അപ്പോ അവരിങ്ങനെ ആളെ നോക്കിയപ്പോ കാണാൻ ഒരാൾ ഒരു കുറ്റിപ്പുറത്തിരിക്കുന്നു അല്ലെ, നല്ല ദൃഢഗാത്രൻ, നല്ല മനുഷ്യൻ. പിടിച്ചോണ്ട് പിടിച്ചുകൊണ്ട് വന്ന് എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിന്റെ പല്ലക്ക്, ജഡഭരതം ഒന്നും പറഞ്ഞില്ല, പല്ലക്ക് ശരി, പല്ലക്ക് ചുമ അല്ലെ. ഇദ്ദേഹം ആരാണെന്ന് അറിയണം. ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന മഹാരാജാവാണ്, രാജാവായിരുന്ന ആളാണ്. ഇതൊരു പീക്രി രാജാവാണ് പുറകെ ഇരിക്കുന്നത്. അതായത് ആ രാജ്യം മാത്രം ഭരിക്കുന്ന ഒരു രഘുഗുണ രാജാവാണ് പല്ലക്കിലിരിക്കുന്നത് അല്ലെ. ഈ ഇദ്ദേഹം ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോ ഈ താറയില് ഈ എറുമ്പൊക്കെ ഇങ്ങനെ എറുമ്പോ എന്തെങ്കിലും ജീവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കാലെടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കുമ്പോ ഒരൊറ്റ ചാട്ടം ചാടും അല്ലേ. ഇപ്പൊ രഘുഗുണ രാജാവ് നോക്കുമ്പോ ആരോ എന്നിട്ട് കുലുക്കും അല്ലേ. ഇതെന്തുവാണ്? ഇത് പരിചയമില്ലാത്ത ആരുമാണല്ലോ. അപ്പൊ സേവകർ പറയും ഇദ്ദേഹത്തിന് പരിചയമില്ല, അതുകൊണ്ടാണ്. പക്ഷെ രഘുഗുണ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഈ നമ്മളെ ഭരതനെ ഒരുപാട് ചീത്ത പറയും. നിനക്ക് ഒരു പല്ലക്ക് പോലും ചോക്കാൻ അറിയില്ല, വിഡ്ഢിയായ മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട്, നീ ഇത്രയും മൂഢനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വളരെയധികം അധിക്ഷേപിച്ചു. ഭരത രാജാവ് സഹിക്കുന്നതിന്റെ അങ്ങേറ്റം എത്തിയപ്പോ അദ്ദേഹം ചോദിച്ചു, ഹൂ ആർ യു? ഇയാൾ ആരാണ്? താങ്കൾ എന്താണെന്നാണ് വിചാരിക്കുന്നത്? താങ്കൾ ഒരു ആത്മാവ് മാത്രമാണ്, ശരീരമല്ല. ഈ ശരീരം എന്റേതാണെന്നുള്ള നിലയിലാണ് താങ്കൾ സംസാരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് എന്റെ പുണ്യ വേദാന്തം മുഴുവൻ അദ്ദേഹത്തിന് പറഞ്ഞു. രഘുഗുണ രാജാവ് അന്തം വിട്ടുപോയി. ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാണ് ചോദിച്ചു. താങ്കൾ ആരാണ്, എന്നോട് ക്ഷമിക്കണം. അദ്ദേഹത്തിന് പല്ലക്കിന് താഴെ ഇറങ്ങി ചോദിച്ചു അല്ലെ. ഇത്രയൊക്കെ കേട്ടപ്പോ ഇതൊരു എന്താണ്, സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ല. ഈ ജഡഭരതൻ ആദ്യമായിട്ടാണ് വാറുന്നത് ആ ജന്മത്തിൽ ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ അല്ലെ. അപ്പോഴാണ് അദ്ദേഹം കഥകളൊക്കെ പറഞ്ഞപ്പോ രഘുഗുണ രാജാവ് സാഷ്ടാംഗം വേണ്ടി നമസ്കരിച്ചിട്ട് എന്നെ അങ്ങയുടെ ശിഷ്യനാക്കണമെന്ന് പറഞ്ഞിട്ട് ശിഷ്യത്വം സ്വീകരിച്ചു അല്ലേ. അപ്പൊ അതാണ് ജഡഭരതന്റെ കഥ. അത് ഞാൻ മുഴുവൻ പറയുന്നില്ല, കുറച്ചൊന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് വേണ്ടത് ഇവിടെ പറയാൻ വന്ന കാര്യം വെച്ചാൽ അന്തകാലേച്ചും മാമേകം ശരൺ മുക്വ കളയുക അല്ലെ. എന്താണോ നമ്മുടെ അന്ത്യസമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ അവബോധത്തിൽ വരുന്നത് അതായി തീരുന്ന അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് ഭഗവാനെ തന്നെ അവിടെ എങ്ങനെ പ്രതിഷ്ഠിക്കണം. അത് അത്ര എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമുക്ക് ഭഗവാനെ പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഇപ്പൊ മരിക്കുമ്പോ പോരെ, അതിന് എത്രയോ 19 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഞാൻ മരിക്കുന്നത്, അപ്പൊ ഞാൻ ജനിച്ചോളാന്ന് വിചാരിക്കും അല്ലെ. ഒരിക്കലും ഇല്ല. ഈ ലോകത്തുള്ള എല്ലാവരും പറ്റിച്ചാലും ഭഗവാനെ നമുക്ക് പറ്റിക്കാൻ പറ്റും അല്ലെ. പ്രകൃതിയെ നമുക്ക് പറ്റിക്കാൻ പറ്റും അല്ലെ. കാലം ഒരു ദിവസം വരും എങ്ങനെ, യമന്റെ രൂപത്തിൽ. അപ്പോ നമ്മൾ ഇതിന് എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. കൃഷ്ണ 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 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താലേ പറ്റുന്നു അല്ലെ. അതാണ് അന്ധകാലിച്ചം മാമ. പക്ഷെ നമുക്ക് എന്താണ്, സാധനയില്ലാതെ ഭഗവാനെ ഓർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അല്ലെ. ജപിക്കണം, 16 റൗണ്ട് ജപിക്കണം, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ. ഇതൊക്കെയാണ് സാധനം എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭഗവാൻ സ്മരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അല്ലെ. ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷനാണ്. എന്തിന്റെ? ലാസ്റ്റിലുള്ള പരീക്ഷയുടെ പ്രിപ്പറേഷനാണ്. എന്താണ് പരീക്ഷ?
മരണം എന്ന് പറയുന്നത് അതാണ് പരീക്ഷ, അല്ലെ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരേ ഒരു പരീക്ഷ ജീവിതത്തിലുള്ളത് ആ മരണം എന്ന സമയത്തുള്ള പ്രക്രിയയാണ്, അല്ലെ? ആ പ്രക്രിയയിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഈ ഈ ഈ ലൈഫ് മുഴുവൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെ? അതാണ് ഇംഗ്ലീഷിൽ അവർ പറയുന്നത് എന്താണ്? ലൈഫ് ഈസ് എ പ്രിപ്പറേഷൻ ആൻഡ് ഡെത്ത് ഈസ് ദ എക്സാമിനേഷൻ, അല്ലെ? അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും, അല്ലെ, നമ്മുടെ അവബോധത്തിലുള്ളതെല്ലാം എന്താണ്? നമ്മുടെ അവസാനത്തെ എക്സാമിനേഷനുള്ള ടെസ്റ്റാണ്, അതിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? നമ്മൾ ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ എപ്പോഴും ആ അവബോധം ഉണ്ടാവും, അല്ലെ? ഈ മരണം വരുമ്പോൾ ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് ചിന്തിക്കണം? നാം എന്താണോ ജീവിതകാലം മുഴുവൻ ആവർത്തിക്കുന്നത്, അനുവർത്തിക്കുന്നത്, അതാണ് മരണസമയത്തുള്ള നമ്മുടെ പരീക്ഷ. ഒരു കുറ്റവാളിയെ ശിക്ഷിച്ച് 10 കൊല്ലത്തേക്ക് ജയിലിൽ അടയ്ക്കുകയും 1 കൊല്ലം കഴിഞ്ഞ് മരിക്കുകയും ചെയ്താൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് ആ ഫയൽ ക്ലോസ് ചെയ്യും, അല്ലെ? ഇനി അടുത്ത ജന്മം വന്നിട്ട് ഇയാളെ 9 കൊല്ലം കൂടെ നമുക്ക് ജയിലിടാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യും. പക്ഷേ പ്രകൃതി നിയമം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാലും അടുത്ത ജന്മത്തിലേക്ക് നമ്മുടെ ഈ പാപങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. നോക്കണേ, കഷ്ടപ്പാട്, അല്ലേ? എല്ലാരും വിചാരിക്കുന്നത് എന്താണ്? ഇവിടെ കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് നന്നായിട്ട് ആസ്വദിക്കാം, അല്ലേ? ഇത് മരണത്തോടു കൂടി എല്ലാം തീരും എന്നാണ് ഈ മണ്ടന്മാരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറയണേ? ഒരിക്കലുമില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അത് മുഴുവൻ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടേക്കൺ ഔട്ട്, അല്ലെ, ടു ദി നെക്സ്റ്റ് ജന്മം. അത് നമ്മൾ പോകുമ്പോ അതും കൂടെ ചുമന്നിട്ടാ പോകണം, അല്ലേ? അതാണ് പ്രകൃതി നിയമം. അതല്ല, മരിച്ചു കഴിഞ്ഞാലും അടുത്ത ജന്മത്തിലേക്ക് ഈ പാപങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് ജനിച്ച ഉടനെ തന്നെ പല കുഞ്ഞുങ്ങൾക്കും വൈകല്യങ്ങൾ വരും. നമ്മൾ വിചാരിക്കും, ആ കൊച്ചു കുട്ടി അത് എന്ത് പഴിച്ചു, അല്ലേ? ഭഗവാൻ എന്തിനാ ഇത്രയും ക്രൂരത കാണിക്കണം? ഭഗവാൻ പാവം എന്ത് ചെയ്തു? അതൊന്നും ചെയ്യുന്നില്ല. അതിങ്ങനെ നോക്കിയിരിക്കണം, എന്റെ കുഞ്ഞ് എന്നാ എന്റെ അടുത്തേക്ക് വരുന്നത്, എന്റെ അടുത്തേക്ക് വരുന്നത്, എന്റെ അടുത്തേക്ക് എന്നാ വരുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ വരമാട്ടെ എന്ന് പറഞ്ഞു നടക്കുക, അല്ലേ? അങ്ങോട്ട് വരുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാശി പിടിച്ച് നടക്കുക. അതിനെല്ലാത്തിനും ഭഗവാൻ ഇങ്ങനെ താഴോട്ട് വരികയാണ്. നീ ഒരു മാലയെങ്കിലും ജപിക്കുക, അല്ലേ? നിനക്ക് അത്രയും അടുത്തൊരു നല്ലൊരു ജന്മം കിട്ടും. ചെയ്യത്തില്ല, ആ വാശിയിലാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ അതിൽ യാതൊരു കയ്യുമില്ല, അല്ലെ? പക്ഷെ ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുകയാണെങ്കിൽ അതൊക്കെ ഡിസ്കൗണ്ട് കിട്ടിക്കൊണ്ട്, അല്ലെ? കുറേശ്ശെ അതൊക്കെ നമുക്ക് ദൂരീകരിച്ച് കളയാൻ. അപ്പോ ഒരു പൂന്തോട്ടത്തിലൂടെ കടന്നു പോകുന്ന കാറ്റ്, അവിടെ കുറെ നല്ല നല്ല മണമുള്ള നല്ല ഗന്ധമുള്ള അല്ലെങ്കിൽ നല്ല സുഗന്ധങ്ങളുള്ള പൂക്കളുണ്ടെന്ന് വെച്ചോളൂ. ആ മണവും കൊണ്ടായിരിക്കും ആ കാറ്റിങ്ങനെ വരുന്നത്, അല്ലെ? നേരെ മറിച്ച് ഈ കാറ്റ് ഒരു അഴുക്കുചാലിലൂടെയാണ് വരുന്നെങ്കിലും, അല്ലെ? അപ്പൊ ആ ദുർഗന്ധമായിരിക്കും ആ കാറ്റിനകത്തുള്ളത്. അതുപോലെയാണ് നമ്മുടെ ആത്മാവ്. നമ്മള് ഒരു ശരീരം എടുക്കുമ്പോ ആ ശരീരത്തിലൂടെയാണ്, അല്ലെ, ആ ആത്മാവ് പറക്കുന്നെങ്കിൽ, അല്ലെ, ചിലപ്പോ നല്ല സ്വഭാവമായിരിക്കും, ചിലപ്പോ ചീത്ത സ്വഭാവമായിരിക്കും. അത് ഓരോരുത്തരുടെ അവബോധവും അവരുടെ കർമ്മങ്ങളും അനുസരിച്ചിട്ട്, അല്ലെ? നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് ചിലപ്പോ സാത്വിക ഗുണത്തിലായിരിക്കും, ചിലപ്പോ എന്താണ് അധമ ഗുണത്തിലായിരിക്കും, അല്ലെ? അപ്പൊ അതാണ്. ഇപ്പോ ആത്മാവിനെ കുറ്റം പറയാൻ പറ്റില്ല. ആത്മാവ് എപ്പോഴും ക്ലീനാണ്. കാര്യം എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ഭാഗമായത്, ഭഗവാന്റെ ഒരു അംശമാണ് ആത്മാവ്. അപ്പൊ അതൊരിക്കലും എന്താണ് അശുദ്ധമാവില്ല, അത് ശുദ്ധമാണ്. പക്ഷേ ഈ കാറ്റ് ഇങ്ങനെ കടന്നു വരുന്നത് പോലെയാണ്, അല്ലെ? ഏത് വഴിക്ക് ഏത് ശരീരമാണോ എടുക്കുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ സ്വഭാവം എന്ത് സ്വഭാവമാണ് ആ ശരീരത്തിന്, അതിനനുസരിച്ചാണ് ആത്മാവിന് പ്രത്യേകത വരുന്നത്. അപ്പോ ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ അതീന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു, അല്ലെ? കണ്ണ്, ഈ ചില എന്തുവാണ് പക്ഷികളില്ലേ, എന്തോ ഒരു പക്ഷി ഇങ്ങനെ മീൻ പിടിക്കുന്ന
പരുന്തല്ല. പരുന്തുമാണ്, പക്ഷെ പരുന്തല്ല ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച വേറെ പൊന്മാൻ. എപ്പോഴും മറന്നു പോകുന്നൊരു പേര് പൊന്മാൻ. ശരിയാ, പൊന്മാൻ. ആ പൊന്മാൻ എത്ര ഉയരക്കൂടെ പറന്നു കഴിഞ്ഞാലും തറയിൽ ആ ജലാശയത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന മീനിനെ കാണാൻ പറ്റും അല്ലേ? അതൊരൊറ്റ ഡൈവ് ആയിരിക്കും. ബും എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് കൊണ്ട് താഴെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ തന്നെ അതിന്റെ ചുണ്ടിലൊരു മീൻ ഉണ്ടാവും. കണ്ടിട്ടില്ലേ? അപ്പൊ അതിന് ആ കണ്ണിന് അത്രയും ശക്തി കൊടുക്കും, അത്രയും പവറുള്ള ഒരു ശക്തി ആ ജനനത്തിൽ അതിന് കിട്ടും അല്ലേ? ചിലർക്ക് ചെവിയാണ് അല്ലെ? ചെവി കൊണ്ടിട്ട് ഏതെങ്കിലും മൃഗങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇരകൾ ഇങ്ങനെ നടന്നു വരുന്നു എന്ന് അതിന് കേൾക്കാൻ പറ്റും. നാവ് അല്ലെ? അപ്പൊ ആ എന്താണ് അത്രയും വലിയ കട്ടിയുള്ള നാവ് അല്ലെ? അതിന് കൊടുക്കും. മൂക്ക്, ചിലപ്പോ മൂക്കൊക്കെ ഭയങ്കര എന്താണ് മണം പിടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അല്ലെ? പിന്നെ ത്വക്ക്, തൊലി, ഇതെല്ലാം ഓരോ എന്താണ് ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യും. എങ്കിൽ മാത്രമേ അതിനത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. പ്രകൃതി അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കും അല്ലെ? അപ്പൊ എന്താണ്? ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുകയും ജീവസത്ത മനസ്സിനിണങ്ങിയ അതീന്ദ്രിയങ്ങൾ അല്ലെ, മനസ്സിനിണങ്ങിയതുപോലെ അവർ ആസ്വദിക്കും. കണ്ണ്, ചെവി ഇതെല്ലാം കൊടുക്കും. എന്താണ്? അതിനനുസരിച്ചുള്ള കണ്ണ്, അതിനനുസരിച്ചുള്ള ചെവി, അതിനനുസരിച്ചുള്ള നാവ്, അതിനനുസരിച്ചുള്ള മൂക്ക്, അതിനനുസരിച്ചുള്ള ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ആ ഇന്ദ്രിയങ്ങൾ, സുഖങ്ങൾ അനുഭവിക്കാനുള്ള അതിനെ ഉതകുന്ന രീതിയിലുള്ള ഒരു ശരീരം നമുക്ക് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ താല്പര്യം അനുസരിച്ച് നമുക്ക് അടുത്ത ശരീരം കിട്ടുന്നു അല്ലെ? അപ്പൊ അതിനാണ് ചിലപ്പോൾ 4 കാലും അല്ലെ നല്ല കൂർത്ത പല്ലും ഒക്കെ തരുന്നത് നമുക്ക്. ചിലർക്ക് അല്ലെ ഉറങ്ങാനായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്ക് ഉറങ്ങാനായിരിക്കും താല്പര്യം, ചിലർക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാനായിരിക്കും താല്പര്യം അല്ലെ? ചിലർക്ക് ഈ കൂട്ടത്തോടെ നടക്കാൻ ഇഷ്ടമല്ല, ഒറ്റയ്ക്ക് നടക്കാനുണ്ട് അവർക്ക് ഇഷ്ടം അല്ലെ? ചിലർക്ക് ഇരുട്ടാണ് ഇഷ്ടം, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ അവർ ബളം ഉണ്ടാക്കും അല്ലെ? ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. അവരെല്ലാവരും ആ ഇന്ദ്രിയം അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കും, പല തരത്തിലുള്ള താല്പര്യങ്ങൾ. ചിലർക്ക് എന്താണ് ആഹാരം പാകം ചെയ്യാൻ ഇഷ്ടമല്ല അല്ലെ? പാകം ചെയ്യാതെ കഴിക്കാനാണ് ഇഷ്ടം. ഈ കടുവയും പുലിയൊക്കെ പാകം ചെയ്യുന്നുണ്ട്? ഇല്ലല്ലോ. അവർ പച്ചയ്ക്ക് കഴിക്കുകയല്ലോ. അപ്പൊ ഈ ആഹാരം പാകം ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവര് അടുത്ത ജന്മത്തില് എന്തായി വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഈ കടുവയും പുലിയൊന്നും ഒന്നും പാകം ചെയ്യാതെ. ഇപ്പൊ ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത് പോലെ അല്ലെ, വെള്ളത്തിന് നിറമില്ല. അതില് എന്താണ് മഞ്ഞ ചേർന്നാൽ മഞ്ഞ വെള്ളവും നീല ചേർന്നാൽ നീല വെള്ളവും അല്ലെ? ഇനി പച്ച നിറമാണ് ചേരുന്നെങ്കിൽ പച്ച വെള്ളവും അല്ലെ? അതുപോലെ നമുക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ ആരുമായിട്ട് ആണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടതെന്ന് അല്ലെ, നമ്മുടെ കൂട്ടുകാരൊക്കെയാണെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലെ? ഭഗവാൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആണ്, അത് നിഷ്പക്ഷമായി മാറി നിൽക്കുകയാണ്. നമുക്ക് തിരഞ്ഞെടുക്കാം, നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഭഗവാന്റെ ആ ക്വാളിറ്റി നമുക്കും ചെറിയ തോതിലുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നാം നമ്മുടെ കൂട്ടുകാരെ അല്ലെ തിരഞ്ഞെടുക്കാം. ഇപ്പൊ ഒരാൾ ബാഹ്യമായി വളരെ ക്ലീൻ ആണെങ്കിലും ഉള്ളിൽ അത്രയും വിശുദ്ധി ഇല്ലെങ്കിൽ നമുക്കൊരു നല്ല എഫക്റ്റ് ഉണ്ടാകും അല്ലെ? ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അവർക്ക് വരും അല്ലെ? അവർ നെഗറ്റീവായിട്ട് മാത്രമേ പറയത്തുള്ളൂ, എന്ത് പറഞ്ഞാലും അതിലൊരു നെഗറ്റിവിറ്റി ഉണ്ടാവും. അതിങ്ങനെ ചെയ്താൽ പോരായിരുന്നു, എന്തിനാ അങ്ങനെ ചെയ്തത് അല്ലെ? ഇതൊക്കൊണ്ടാണ് ഓരോരുത്തരെ കുറ്റം പറയാനുള്ള ഒരു ത്വര. ബാക്കി എല്ലാവരും കുറ്റം പറയും, സ്വന്തം കുറ്റം മാത്രം പറയും. ഓരോരുത്തരുടെ സ്വഭാവം അതാണ് അല്ലെ? ഇപ്പൊ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് അല്ലെ, നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ തന്നെ ഭയങ്കര വൃത്തിയായിരിക്കും അല്ലെ? വളരെ വൃത്തിയായിട്ടാണ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്, ഒരു പൊടി പോലും അവിടെ ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം അല്ലെ? പക്ഷേ ഈ ആഹാരം പാകം ചെയ്തവര് അല്ലെങ്കിൽ വിളമ്പിത്തന്നവര് അവരുടെയൊക്കെ അവബോധം എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ നോക്കുമ്പോൾ വലിയ കാര്യത്തിലേക്ക് ചിരിക്കും, ഹായ് സർ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവന്റെ ഉള്ളിലുള്ള ചിന്ത എന്താണ്, അവന്റെ അവബോധം എന്താണ് അല്ലെ? ആ അവബോധം നല്ലതല്ല എങ്കിൽ ബാഹ്യമായിട്ട് ഈ വൃത്തിയാക്കി വെച്ചതിന് എന്ത് ഉപയോഗമാണ് അല്ലെ? അവരൊക്കെ ഉണ്ടാക്കി തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവന്റെ കർമ്മം കൂടെ നമുക്ക് കിട്ടും. ഹോട്ടലിൽ പോകുന്നവർ എല്ലാവരും സൂക്ഷിച്ചോളൂ അല്ലെ?
നമുക്കൊരിക്കലും നന്മ വരത്തില്ല. കാര്യം എന്താണ്? അവന്റെ അവബോധമാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ കർമ്മമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ കർമ്മം വഴി നമ്മൾ കഴിച്ചു തീർക്കണം, അല്ലേ? അവന് ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, അയ്യോ ഇവിടെ വരുന്നവരെ എല്ലാവർക്കും വളരെ നല്ല രുചിയായിട്ട് കഴിക്കണം, അവർക്ക് തൃപ്തിയാവണം, അവർക്ക് സന്തോഷമാവണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഉണ്ടാക്കുക, അല്ലേ? കഴിഞ്ഞ 6 മാസമായി ശമ്പളം തന്നിട്ട് വൃത്തികെട്ടവൻ ഇതുവരെ എനിക്ക് ശമ്പളം തന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കറിയൊക്കെ ഉള്ളത്, അല്ലേ? അവരിൽ എന്ത് നല്ല സദ്ഗുണമാണുള്ളത്, അല്ലെങ്കിൽ നല്ല അവബോധമാണുള്ളത്? ആ ചിന്താഗതി വളരെ മോശമായിരിക്കും, അല്ലേ? കൈ കിട്ടിയിരുന്നെങ്കിൽ ഞെരടി ശരിയാക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ ഈ ആഹാരം മുഴുവൻ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ വളരെ രുചികരമായി കഴിക്കുന്നത്. ചിലപ്പോൾ അവന്റെ വേർപ്പും ഇതെല്ലാം കൂടെ വീണത് അതിന്റെ രുചിയായിരിക്കും നമുക്ക്, അല്ലെ? ചിലപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കില്ല, അത് വേർപ്പാണ്. സോറി. കാരണം നമ്മള് വെളിയിൽ പോയി കഴിക്കാൻ പാടില്ല. കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോ 99% ആൾക്കാർക്കും വെളിയിൽ നിന്ന് കഴിക്കാനാണ് താല്പര്യം, അല്ലെ? ഒരു കഞ്ഞിയും പയറും വച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഓഫർ ചെയ്ത് കഴിച്ചാൽ എത്രയോ സുഖമാണെന്നറിയും. നമ്മൾ വിചാരിക്കും കഞ്ഞിയൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. ഒരിക്കലും അല്ല, വളരെ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യമാണ് കഞ്ഞി എന്ന് പറയുന്നത്, അല്ലെ? ശരീരത്തിന് വളരെ ഉപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ പിടിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദോഷവും ചെയ്യില്ല, വയറിന് ഒരു ദഹനക്കേടുണ്ടാവില്ല. അത്രയും നല്ലൊരു കാര്യമാണ് നമ്മൾ പണ്ടൊക്കെ ഉള്ള ആൾക്കാർ, നമ്മളെ പൂർവികന്മാരൊക്കെ കഴിച്ചിരുന്നത്. അതിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരാരും കടയിൽ പോയിട്ട് കടയിൽ കഴിച്ചിട്ടില്ല, അല്ലേ? പിന്നെ ഈ വളരെ അടുത്തടുത്തൊക്കെയാണ് ചായ കുടിക്കാനൊക്കെ ആൾക്കാർ കടയിലോട്ട് പോയി തുടങ്ങി. നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ ചായക്കട, അല്ലേ? അതിൽ കുറെ ബോണ്ട ബജിയൊക്കെ ഉണ്ടാക്കി വെച്ചു, അല്ലേ? അതൊക്കെ വാങ്ങിച്ച് കഴിക്കാനാണ് നമുക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഉണ്ണിയപ്പം, നെയ്യപ്പം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ ഫോട്ടോസ് ഒക്കെ വരും, അല്ലെ? പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ. നമുക്ക് ആ ഒരു ഗൃഹാതിരത്വം തോന്നുന്നില്ലേ, അല്ലെ? ഒരു നൊസ്റ്റാൾജിയ തോന്നുന്നില്ലേ അത് കാണുമ്പോൾ? എന്ത് രസമായിരുന്നു! വളരെ ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ, അല്ലെ? എവിടെ ചെന്നാലും ഓക്സിജൻ കിട്ടുമായിരുന്നു. ഇപ്പൊ ഓക്സിജൻ ഇനിയിപ്പോ കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഓക്സിജനൊക്കെ നമ്മൾ ഒരു ടെന്റിനകത്ത് വിൽക്കുമായിരുന്നു, അല്ലെ? പ്യുവർ ഓക്സിജൻ വരൂ, ഒരു മണിക്കൂറത്തേക്ക് 5000 രൂപ എന്ന് പറയും. നമ്മൾ 5000 രൂപ കൊടുത്ത് ഓക്സിജൻ എടുക്കേണ്ടി വരും. ആ സ്ഥിതിയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയും മലിനപ്പെട്ടുകൊണ്ടിരിക്കുക. അന്തരീക്ഷമാണെങ്കിലും ഉള്ളിലാണെങ്കിലും നമ്മൾ അത്രയും അവബോധം പോലും മലിനപ്പെട്ടിരിക്കുന്നു, അല്ലേ? അപ്പൊ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കൊടുക്കുന്ന ആഹാരമൊക്കെ ISO സർട്ടിഫൈഡ് ഒക്കെ ആയിരിക്കും, അല്ലേ? പക്ഷേ കോൺഷ്യസിന്റെ ISO എത്രയാണ്? 0 ആയിരിക്കും, അല്ലേ? അവർക്ക് അവബോധമില്ല. നേരെ മറിച്ചിട്ട് നമ്മള് ഇസ്കോണില് ഗോവിന്ദ റെസ്റ്റോറന്റ് ഉണ്ട്. ഇസ്കോണില് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഗോവിന്ദ റെസ്റ്റോറന്റ്. ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തും ഗോവിന്ദ റെസ്റ്റോറന്റ് ആയിട്ടല്ല, ഗോവിന്ദ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. കേക്ക്, അങ്ങനെയുള്ള ബജി, അങ്ങനെയുള്ള ഐസ്ക്രീം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നു, അല്ലെ? അത് എല്ലാം തന്നെ ഭഗവാൻ ഓഫർ ചെയ്ത പ്രസാദം. നമ്മൾ വെളിയിൽ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്നത് പോലെ അതിന്റെ രുചിയും ഉണ്ടാവും, അതിന്റെ വിലയുണ്ടാവും, അല്ലേ? അതാണ് ഗോവിന്ദ റെസ്റ്റോറന്റ്. അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് ഇനി ഏതെങ്കിലും ഗോവിന്ദ റെസ്റ്റോറന്റിൽ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ മായപുരം പോയി കഴിഞ്ഞാൽ, വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ എല്ലായിടത്തും, അല്ലെ? പുരിയിലോ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം ഗോവിന്ദ റെസ്റ്റോറന്റ് ഉണ്ട്. ആ ഗോവിന്ദ റെസ്റ്റോറന്റിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. കാര്യം നമ്മൾ പ്രസാദമാണ് കഴിക്കും. ഒരു റെസ്റ്റോറന്റിലാണ്, ഒരു ഹോട്ടലിലാണ് കഴിക്കുന്നതെങ്കിൽ പോലും അതെന്താണ്? ഭഗവാൻ ഓഫർ ചെയ്ത പ്രസാദം, അല്ലേ? അപ്പൊ ഭഗവാൻ ഓഫർ ചെയ്യാൻ പറ്റുന്നതല്ലേ അവരവിടെ കുക്ക് ചെയ്യത്തുള്ളൂ, അല്ലേ? അവർ ജപിച്ച് ഹരേകൃഷ്ണ മഹാമന്ത്രം എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ജപിച്ചുകൊണ്ടാണ് അവരത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്യൂരിറ്റി ആ ആഹാരത്തിനുണ്ട്. നമ്മൾ വയറ്റിൽ നിന്ന് ഒരു പ്രശ്നവും വരത്തില്ല, അല്ലേ? അപ്പൊ ആ ഗോവിന്ദ റെസ്റ്റോറന്റിലാണ് പോകുന്നെങ്കിൽ അവിടെ പുറമേയും വൃത്തിയായിരിക്കും, ഉള്ളിലും വൃത്തിയായിരിക്കും, അവരുടെ എല്ലാം അവബോധവും വൃത്തിയായിരിക്കും. കണ്ടോ, അല്ലേ? ഭഗവാൻ സ്നേഹത്തോടെ ഓഫർ ചെയ്ത പ്രസാദമാണ് അവിടെ വിളമ്പുന്നത്. അത് കഴിക്കാൻ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും തൃപ്തിയാവും, അല്ലെ? അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെ, നമ്മുടെ ശരീരവും തൃപ്തിയാവും, നമ്മുടെ മനസ്സും തൃപ്തിയാവും, നമ്മുടെ ആത്മാവിന് ഒരു തൃപ്തി വരും, അല്ലെ? ഭഗവാൻ അർജുനൻ എന്താ പറഞ്ഞു? മനഃചഞ്ചലം കൃഷ്ണ എന്ന് പറയും. എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അല്ലെ? ഭഗവാൻ എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞതുപോലെ ശരിയാണ് അർജുന, നീ പറഞ്ഞത് ശരിയാണ്. മനസ്സിനെ അത്ര എളുപ്പം നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ എന്താണ് ഒരു മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് പറഞ്ഞത്? അഭ്യാസം സുഖൗതേ. അതായത് നീ അഭ്യാസം ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എന്ത് പ്രാക്ടീസ് ചെയ്യണം? മന്ത്രം പ്രാക്ടീസ് ചെയ്യണം.
അല്ലെ? അപ്പൊ അതാണ് മനസ്സിനെ മനനം ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് അല്ലെ? ഏതെങ്കിലും മന്ത്രം മതിയോ? പോരാ. ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തൈവ 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 ഗതിരന്യത അല്ലെ? നമ്മൾ ഈ എന്താണ് കലിയുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരേ ഒരു മന്ത്രം മാത്രമേ നമുക്ക് ഉതകുള്ളൂ. അതേതാണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഏതെങ്കിലും മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് യാതൊരു ഉപയോഗവും അല്ലെ? ബാക്കിയുള്ള മന്ത്രങ്ങൾക്കൊക്കെ ഒരു ശക്തിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ കലിയുഗത്തില് ഈ മന്ത്രം മാത്രമാണ് നമുക്ക് ഉപകരിക്കുന്നത്, അല്ലെങ്കിൽ സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെ? അതായത് എന്താണ് സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് നമുക്ക് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ പറയാം. മറ്റേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന് എന്താണ് എഫക്റ്റ് അല്ല എന്നുള്ളതല്ല, പക്ഷെ അത് കലിയുഗത്തില് അത്രയും പ്രാവർത്തികമാകില്ല. അത് കുറച്ച് സമയം പിടിക്കും അല്ലെ? അത് എന്താണ് ഒരു 1000 തവണ പറയുന്നതും ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നതും ഒന്നാണ് അല്ലെ? അപ്പൊ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തുകയല്ലേ വേണ്ടത്. അല്ലാതെ മറ്റു മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഈ ഈ ജന്മത്തില് നമുക്ക് തീർക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഹരേ നാമ ഹരേ നാമ ഇവ കേവലം കലവും നാസ്തൈവ 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 ഗതിരന്യത അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അസത് സംഘം ഒഴിവാക്കി അല്ലെ സത്സംഗത്തിലേക്ക് വരണം. ഇപ്പോ ഇതിലിപ്പോ തന്നെ വരാത്തവര് അല്ലെ എത്രയോ ആൾക്കാരുണ്ട്. അവരെല്ലാരും വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. അവരെല്ലാരും ഇപ്പൊ എന്തോന്നിലാണ്? അസത് സംഘത്തിലാണ് അല്ലെ? മായാദേവിയുടെ മടിയിൽ ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് അല്ലെ? ഈ ക്ലാസ്സിൽ വരാതെ. അപ്പൊ അതാണ് അസത് സംഘം എന്ന് പറയുന്നത് അല്ലെ? ഒഴിവാക്കി സത്സംഗത്തിലേക്ക് വരും. ഭക്തിയുടെ അല്ലെ, അതെങ്കിൽ ഭക്തരുടെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്തി കിട്ടും. അസോസിയേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വീട്ടിൽ നിന്ന് ജപിച്ചോളാം, എനിക്ക് വീട്ടിൽ നിന്നാലും ജപിക്കാൻ അറിയാം, ഞാൻ ഈ ഭഗവത്ഗീത മുഴുവൻ വായിച്ച് പഠിച്ചിട്ടുണ്ട്, ഭാഗവതം മുഴുവൻ ഞാൻ വായിച്ചു കഴിയും അല്ലെ, ഞാൻ അങ്ങ് ഭാഗവതരായ ആളാണ്, എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട അല്ലെ, എനിക്കൊരു ഗുരു ഒന്നും വേണ്ട, എനിക്ക് എല്ലാം അറിയാം, ഞാൻ ഭഗവാനുമായിട്ട് വലിയ അടുത്ത ബന്ധമാണ് എന്നൊക്കെയാണ് ഓരോരുത്തരുടെ വായ്പ്. ഒരിക്കലുമല്ല. നമ്മൾ മനസ്സിലാക്കിയതൊക്കെ വളരെ വട്ടപ്പൂച്ചയാണെന്ന് മനസ്സിലാക്കി അല്ലെ? ഒന്നും തന്നെയല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭക്തി ഇത്രയേ ഉള്ളെന്നറിയും. വളരെ ശുഷ്കിച്ചിരിക്കുക. പക്ഷെ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കണം എന്താണ്? ഞാനൊരു ഒന്നൊന്നര ഭക്തനാണ്, അല്ലെങ്കിൽ ഒന്നൊന്നര ഭക്തയാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഭക്തരല്ല എന്നർത്ഥം. കാരണം ഒരു ഭക്തൻ അങ്ങനെ തോന്നൂല. മനസ്സിലായില്ലേ? ഒരു ഭക്തൻ ഒരിക്കലും അങ്ങനെ ഗർവോട് പറയില്ല, ഞാനൊരു ഭക്തനാണ്, നീ സൂക്ഷിച്ചോ, പറയില്ല അല്ലെ? ഒരിക്കലും ആരും പറയാം. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ? നമ്മുടെ ആചാര്യന്മാരൊക്കെ വരും, ഐ എം ട്രൈങ് ടു ബി എ ഡിവോട്ടി എന്ന് അവർ പറയാം അല്ലെ? അങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം വരുമോ, തിരുവനന്തപുരത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഭഗവാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. അതെന്തോന്നാ അവര് ഒരിക്കലും അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ അടുത്ത വർഷം വന്നിരിക്കും എന്നൊരിക്കലും ആരും പറയത്തില്ല. അതാണ് ഭക്തർ എന്ന് പറയുന്നത്. ഭഗവാൻ അവരെന്താ പറഞ്ഞ? ഭഗവാൻ ഇഫ് ഹി വിഷസ്, ഇഫ് ഹി വിൽ, ഭഗവാൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. ഭഗവാന് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ല എന്നാണ്. അതായത് ഭഗവാൻ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ മനസ്സിലുള്ള കാര്യങ്ങള് ഭഗവാൻ എന്താണ് ചിന്തിക്കുന്നത് അത് മാത്രമേ നടക്കത്തുള്ളൂ. ഒരു പുൽക്കുടി ഇങ്ങനെ എഴിച്ചു നിൽക്കണമെങ്കിൽ അത് ആര് വിചാരിക്കണം? ഭഗവാൻ വിചാരിക്കണം. അപ്പൊ അത്രയും അവർ മനസ്സിലാക്കിയവരാണ് അല്ലെ? അവര് പോലും പറയുന്നത് ഞാൻ ഭക്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ ദാസനാണെന്ന് അല്ലെ? ആ എളിമത്വമാണ് നമുക്ക് വേണ്ടത്. ആ എളിമത്വം എന്ന് വരുന്നോ അന്ന് നമ്മൾ ഭക്തരാണ്. അല്ലാതെ ഞാനൊരു ഭക്തനാണെന്ന് പറഞ്ഞു നടക്കുന്നവരാരും തന്നെ ഭക്തരല്ല അല്ലെ? ഈ അമ്പലത്തിലൊക്കെ വന്നിടുന്ന അലമുറയിട്ട് ഭഗവാനെ കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഭഗവാൻ ഇനി ഇറങ്ങി വരുമെന്ന് തോന്നുന്നു. പക്ഷെ ഒരിക്കലും ഭഗവാൻ ഇറങ്ങി വരില്ല അല്ലെ? ഭഗവാൻ ഇതൊക്കെ ഒരു ശല്യമാണ്, വെറുതെ ആംഗ്യമാണ്, നാട്യമാണ്. ഈ നാട്യം നമുക്ക് വേണ്ട. നമ്മുടെ ഭക്തിയല്ല, നമ്മുടെ ഉള്ളിലാണ് വേണം അല്ലെ? അപ്പൊ അതാണ് അസത് സംഘം ഒഴിവാക്കി സത്സംഗത്തിലേക്ക് വരും. ഭക്തരുടെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്തി കിട്ടും. ഉയർന്ന ഭക്തന്മാരെ, ആചാര്യന്മാരെ സേവിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത ജന്മത്തെക്കുറിച്ച് നമുക്ക് തന്നെ എന്താണ് തീരുമാനിക്കും. അപ്പൊ നമ്മളാണ് അടുത്ത ജന്മം എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത്.
അല്ലെ? അപ്പൊ നമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് അടുത്ത ജന്മം കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഈ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ചു, അല്ലെ, ഈ ഭൗതികമായിട്ടുള്ള ഒരു വൈരാഗ്യം വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പ്രേമിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, അല്ലെ? ഇപ്പൊ നമ്മള് സദാ ഹരിയായിട്ടിരിക്കണം എന്നല്ലേ പറയുന്നത്, അല്ലേ? അത് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ സദാ ഹരിയായിട്ടിരിക്കാൻ? സദാ ഹരിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിൽ എത്തിയെന്നാണ്. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഇവിടെയല്ല, പിന്നെ എവിടെയാണ്? ഞാൻ ഭഗവത് ധാമത്തിലാണ്. ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ, അല്ലേ? എന്താ രസമുണ്ട്. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അതിനുവേണ്ടി വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. അതിനുവേണ്ടി വേണം നമ്മൾ ഓരോ കാര്യം ഒരുത്തിരിക്കാനായിട്ട്, അല്ലെ? അപ്പൊ ഭഗവാന്റെ സേവയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഭക്തി കിട്ടത്തില്ല എന്നാണ്. അതാണ് പ്രഭുപാദർ എപ്പോഴും പറയുന്നത്. ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഭക്തിയൂത സേവനം. ഭക്തി എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല, അല്ലെ? അദ്ദേഹം എപ്പോഴെങ്കിലും ഭക്തി 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 എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഭക്തിയൂത സേവനം എന്ന് പറഞ്ഞു. അതായത് സേവനത്തിലൂടെ അറ്റാച്ച്ഡ് ആണ് ഈ ഭക്തി. നിങ്ങൾ ആരെങ്കിലും സേവ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവില്ല എന്നാണ്. ഇനി ആരൊക്കെ തലകുത്തി നിന്ന് കഴിഞ്ഞാലും, എത്രയൊക്കെ പണ്ഡിതനാണെങ്കിലും എത്രയൊക്കെ ജ്ഞാനിയാണെങ്കിലും അദ്ദേഹത്തിന് ഭക്തി കിട്ടത്തില്ല. കാര്യം എന്താണ്? അദ്ദേഹം ഭക്തി ഒരു സേവനം ചെയ്യുന്നില്ല, അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാൻ എന്ത് സേവ ചെയ്യാനാണ്? ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത്, ഞാൻ അമ്പലം ഇവിടെ അങ്ങോ അല്ല, അങ്ങ് തിരുവനന്തപുരത്ത് കിടക്കുക, അല്ലേ? ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരിക്കലും അല്ല. നമുക്ക് പ്രീച്ച് ചെയ്യാമല്ലോ. നമുക്കറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തൂടെ? നമ്മൾ ഒരു ദിവസം എത്ര ഫോൺ കോൾ ചെയ്യും, അല്ലേ? ഒരു 10 കോളെങ്കിലും മിനിമം ചെയ്യില്ലേ? ഈ 10 പേരോട് നമുക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞൂടെ? അതിൽ ഒരാളെങ്കിലും ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് അത്രയും ഭക്തി കിട്ടി, അല്ലേ? നമ്മൾ എത്രമാത്രം ഭക്തന്മാരെ കൂടുതൽ കൂടുതലാക്കുന്നോ അത്രയും നമുക്ക് ഭക്തി കിട്ടിക്കൊണ്ടിരിക്കുക. അതിന്റെയൊക്കെ പുണ്യം നമുക്കാ കിട്ടുക. പുണ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, നോ, അതിനു വേണ്ടിയല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കാനേ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കുമോ? വി ആർ അക്യുമുലേറ്റിംഗ് പുണ്യ ബൈ ഡൂയിങ് ദാറ്റ് സർവീസ്, അല്ലെ? അപ്പൊ അതാണ് ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. അപ്പോ അതാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ നമുക്ക് ഭക്തിയിൽ ഉയരാം എന്ന് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ, അല്ലെ? ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്താം. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭു, ഒരു സംശയം ഹരേ കൃഷ്ണ. ഉണ്ട്. പ്രഭു, പിന്നെ നമ്മൾ ഈ ഭിക്ഷയ്ക്കൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ പൈസ കൊടുക്കുമ്പോ അവരുടെ പാപം കൂടെ നമുക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. അന്നേരം നമുക്ക് അവർക്ക് കൊടുക്കാതിരിക്കാൻ തോന്നും. അതെ, ഒരു അവര് വയ്യാത്ത ഒരു കാര്യം ഈ ഒരാളിങ്ങനെ മാതാജി, നമ്മളെ വീട്ടിൽ വരുന്ന പക്ഷന്മാരെല്ലാം കോടീശ്വരന്മാരാണ്. അവരോട് നാളെ 1 ലക്ഷം രൂപ കടം തരുമെന്ന് ചോദിക്കും, അവർ തരും. കാരണം അവരുടെ കയ്യിലുണ്ട് കാശ്. അവര് ഇതെന്താ ചെയ്യാച്ചാല്, എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഈ പൈസ കൊണ്ടുപോയി നേരെ കള്ളുഷാപ്പിൽ കൊടുക്കും, അല്ലേ? അപ്പൊ കള്ളുഷാപ്പിൽ കൊടുക്കുമ്പോ അവർക്ക് ആ പാപം കിട്ടും. ആ പാപം മുഴുവൻ ഈ പൈസ കൊടുക്കുന്നവർക്കാ വന്ന് ചേരും, അല്ലേ? വല്ല ആവശ്യമുണ്ടോ? നേരെ മറിച്ച് അദ്ദേഹത്തിനോട് പറയണം, നിങ്ങള് നാളെ തൊട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രി ജപിക്കണം. അല്ലെങ്കിൽ അവിടെ വരുമ്പോ, നമ്മളെ വീട്ടിൽ വരുമ്പോ ഹരേ കൃഷ്ണ എന്തെങ്കിലും പറയാൻ അയാളെ ശീലിപ്പിച്ചു കഴിഞ്ഞാല് അത്രയും ഒരു ആശ്വാസം കിട്ടും. നമ്മളൊരു 10 പൈസ കൊടുത്താലും കൊടുത്തേ, അല്ലെ? ഇപ്പൊ 10 പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ മോന്തയ്ക്കെടുത്ത് എറിഞ്ഞു. എന്നാ നിങ്ങൾ അതിന് ഒച്ചോളം പറയും, അല്ലേ? അവർക്ക് 1 രൂപ 2 രൂപ 10 രൂപയൊക്കെയാണ് വേണ്ടത്, അല്ലെ? 10 പൈസ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? പിച്ച എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്താ, അങ്ങനെ വരുന്നവർക്ക് 10 പൈസ എന്നുള്ളത് അല്ലെ 5 പൈസ എന്നുള്ളത് നോക്കില്ല. അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ കള്ള് ഷാപ്പിൽ 250 രൂപ ഉണ്ടെങ്കിലേ കള്ള് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും വേണം. അതിനനുസരിച്ചുള്ളത് വേണം നിങ്ങൾ തരാനെന്നാണ്. ഇപ്പൊ ഡിമാൻഡിങ് ആണ്, അല്ലെ? അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യുന്നു അതിന്റെയൊക്കെ ദോഷം നമുക്ക് വരും, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അത്രയും എന്താണ് ഷ്യൂറിറ്റി വേണം. ഇദ്ദേഹം അങ്ങനെ കള്ള് കുടിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിക്കുന്ന ആളല്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം. പൈസ വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ മറതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് താല്പര്യം വരും, അല്ലെ? കാര്യം 5 പൈസയുടെ ജോലി ഇല്ലാതെ അവർക്ക് വെറുതെ കിട്ടുന്നതാണ്. മാസത്തിൽ ഒരിക്കലായിരിക്കും വരുന്നത്, പക്ഷെ മറ്റുള്ള സമയങ്ങളിൽ, മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അവർ മറ്റു വഴിയിലാണ് പോകുന്നത്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്ക് പോകാനായിട്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ 1 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ, 100 അല്ലെങ്കിൽ 100 വീട് കയറുമ്പോ തന്നെ വെറുതെ 100 രൂപ, അല്ലെ? ആരും ഇപ്പൊ 1 രൂപ ഒന്നും കൊടുക്കില്ല, 10 രൂപയ്ക്കാണ് കൊടുക്കും. 10 ഗുണം 100 എത്രയായി? വെറുതെ ഇരുന്നിട്ട് അയാൾ 1000 രൂപ കിട്ടണം. അപ്പൊ ഈ 1000 രൂപ വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അടുത്ത കള്ള് ഷാപ്പിൽ കയറും.
കൊടുക്കും അല്ലെ? അവരൊന്ന് കുടിച്ചിട്ട് അല്ലെ വെളിയിൽ ഇറങ്ങി ആൾക്കാരൊക്കെ ചീത്ത പറഞ്ഞു. ഈ പാവം മുഴുവൻ നമുക്ക് കിട്ടും, വെറുതെ ആവശ്യമില്ലാത്ത. അതുകൊണ്ടാണ്. പക്ഷെ മാതാജി പറഞ്ഞതുപോലെ വന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, നമ്മൾ കൊടുത്തു പോകും. അപ്പൊ അതിനോടൊപ്പം നമ്മൾ ഇതും കൂടെ പ്രതീക്ഷിക്കുക, അവൻ ചെയ്യുന്നതിന്റെ ഒക്കെ നമുക്കും കൂടെ വരുമെന്ന്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, എന്റെ പ്രണാമം. ഇതുണ്ടാക്കും. പ്രഭുജി, ഇന്നലെ ഗുരുവായൂർ നടന്ന സംഭവം എനിക്കത് വല്ലാതെ വേദനിപ്പിച്ചു. അതായത് ഇപ്പം ഞങ്ങൾ കുറെ ആൾക്കാർ ഇവിടെ ശിവബലി സമയം ശിവബലിക്ക് നട തുറക്കാൻ വേണ്ടി അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരാൾ പുറംതിരിഞ്ഞ് വന്ന് സെൽഫി എടുത്തു അവിടെ വന്നിട്ട്. ഞാൻ അടുത്ത് പറഞ്ഞു, ഇതൊരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന കല്ലല്ല. അങ്ങനെ ഞാനും അയാളും തമ്മിൽ ഭയങ്കര തർക്കമായി. എന്നിട്ട് അയാൾ ചോദിക്കുക, താൻ നടന്നു പോകുമ്പോൾ പിൻഭാഗം കാണിച്ചിട്ടാണോ നടക്കുന്നത്, മുൻഭാഗം കാണിച്ച് നടക്കുന്നു പറഞ്ഞ് ശരിക്കും സംസാരം ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മിണ്ടായിരിക്കണോ പ്രഭു, അതോ പ്രതികരിക്കണോ? കാരണം ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ എടുത്തപ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യും. കാരണം ആൾക്കാർ ജപിക്കുന്നു, ഇയാളൊന്നും മൈൻഡ് ചെയ്യാതെ പുറംതിരിഞ്ഞ് നിന്നിട്ട് ബാക്ക് സൈഡിൽ നിന്നിട്ട് ഭഗവാനെ കാണിച്ചിട്ട് ഫ്രണ്ടിൽ സെൽഫി എടുക്കാറുണ്ട്. എനിക്കത് ഞാനത് ഭയങ്കരമായിട്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. ഗുരുവായൂര് മൊബൈൽ അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പ്രഭു. അകത്തല്ല, വെളിയില് പ്രഭു. വെളിയില് ആ ഒരു ഇതുണ്ടല്ലോ, ആ വിളക്കിന്റെ അവിടെ നിന്നിട്ട് തൊഴുതോണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസം തൊഴുന്നതാണ്. ഇപ്പൊ ഇയാളൊരു കൂസലില്ലാതെ ഞങ്ങൾക്ക് അഭിമുഖമായിട്ട് നിന്നിട്ട് ഭഗവാന്റെ പിൻഭാഗം കാണിച്ചിട്ട് അയാൾ സെൽഫി എടുക്കും. ഞാൻ പറഞ്ഞത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. നമ്മള് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് പ്രഭുജി. പ്രഭു പറഞ്ഞത് വളരെ സന്തോഷം, വളരെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകേണ്ട ആവശ്യം. ഒരു പ്രാവശ്യം പറഞ്ഞു ഇനി കാര്യം പറയും, അത് കാണുമ്പോൾ പറയേണ്ടത് നമ്മുടെ ധർമ്മമാണ്, അല്ലെങ്കിൽ നമുക്ക് അപരാധം കിട്ടും. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ ആർഗ്യൂ ചെയ്യാൻ വേണ്ടി വരും, വിടുക.